എന്തായാലും ഞാനിത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഇനി റെസിപ്പി ഒന്ന് കണ്ടാലോ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനൊരു വലിയ കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തൈരിൽ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആക്കി നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് മൈസൂർ ബോണ്ട സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്ലഫി ആക്കിയ ശേഷം നമ്മളൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒരു സോഡാപ്പൊടിയൊക്കെ അതിൽ മിക്സായി അപ്പോൾ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഫ്ലഫി ആക്കി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 1 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് തൈര്. അപ്പോൾ ആ ഒരു കണക്കിന് മാത്രമേ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവിന്ന് കുറേശ്ശെ നമുക്കിങ്ങനെ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മൈസൂർ ബോണ്ട ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ട് കണ്ടല്ലോ, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മൈസൂർ ബോണ്ട റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നിയുടെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.